ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പം നമ്മുടെ ബിബി ഡാൻസ് നടക്കുകയല്ലേ. അപ്പം വീട്ടില് നമ്മുടെ മായമോഹിനിയായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ആര്യനാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് പുള്ളിക്കാരൻ. മായമോഹിനിയുടെ വേഷത്തിൽ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരനെ എങ്ങനെയാണ് എന്തുവാന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ആ വേഷം നമ്മുടെ നിവിനായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തേനെ. പക്ഷെ നിവിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗാന്ധർവ സിനിമയിലെ ലാലേട്ടന്റെ വേറെ റോളാണ്. അപ്പം ഗാന്ധർവ സിനിമ കൂടെ നിവിൻ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ ഇന്നാണെങ്കില് നമ്മുടെ ആര്യനാണ് ബാത്റൂമിൽ പോകണം. പുള്ളിക്കാരന് ബാത്റൂമിൽ പോയിട്ട് ഈ ഡ്രസ്സും എല്ലാം ഇട്ടോണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. എങ്ങനെ എന്തോന്ന് കൂടി അറിയത്തില്ല. പുള്ളിക്കാരൻ ആ ഡ്രസ് മുടി ഇത്രയും കൂടെ അനുമോള് വന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ബാത്റൂമിലൂടെ ആ പാവാട ഇങ്ങനെ ഒരു ലഹങ്ക കണക്ക് കിടക്കുന്ന ഒരു പാവാട. പുള്ളിക്കാരൻ അത് പൊക്കിയെടുത്ത് എങ്ങനെ കൊണ്ടുപോകാന്ന് പുള്ളി അറിയത്തില്ല. അനുമോള് പിന്നെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. കിച്ചൺ ഏരിയയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഈ മുടി വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ചൂടെടുക്കുന്നു എന്ന് ആരും പറയുന്നുണ്ട്. പാവം പുള്ളിക്കാരൻ ആദ്യമായിട്ടല്ലേ, അറിയുന്നില്ലല്ലോ ഇപ്പം സ്ത്രീകൾ ഈ വക സാധനങ്ങളൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബാന്നുള്ളത്. അപ്പം ആക്ച്വലി നമ്മുടെ ആര്യന്റെ ഡ്രസ്സ് ആര്യന് ഭയങ്കരമായിട്ട് ഇറുക്കമാണ് കേട്ടോ. ഇന്നലെ തന്നെ ആ ഡ്രസ്സ് ഊരാൻ കിടന്ന് പാടുപെട്ടിട്ട് പുള്ളിക്കാരന്. പിന്നെ അവസാനം പിന്നെയാണ് അത് ഊരിക്കൊടുത്തത്. അപ്പൊ ആര്യന് കിട്ടിയിരിക്കുന്ന ഡ്രസ്സ് ആര്യന്റെ ബോഡിക്ക് പറ്റിയതല്ല. ലൂസല്ല. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആര്യനെ എനിക്ക് ഇന്നലെ മുതലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ ഒരുങ്ങി വന്നിട്ട് ഒരു രസമുണ്ട്. കളർ നല്ലതുപോലെ ഉള്ളത് കൊണ്ടാവാം ആ ഭംഗിയുള്ളത്. പക്ഷേ വേഷം മായമോഹിനിയുടേതാണെങ്കിലും മായമോഹിനിയുടേതായ ഒന്നും ഇല്ല. എന്നാലും പിന്നെ ഒപ്പിക്കാം. ഇപ്പം ആക്ച്വലി ഉള്ള കൂട്ടത്തിനകത്ത് എല്ലാവരും ചെയ്യുന്നതിനകത്ത് ആരും നല്ലതുപോലെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും അലമ്പാസായിട്ടാ ചെയ്യുന്നത്. ആകെ അനുമോളും ഉണ്ട്, ആ സാബുമാനുണ്ട് കറക്റ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കണക്കാ. ആരും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ബോറായിട്ട് കൊണ്ടുപോകണ്ട എന്ന് കരുതിയായിരിക്കും ഇന്ന് പുതിയതായിട്ട് ടാസ്കും കൊടുത്ത് അവിടെ എല്ലാത്തിനും നിർത്തിയിരിക്കുന്നത്.